ക്രിസ്തുവിനെ രക്ഷകനായി കണ്ടെത്തിയ ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കീഴിലാണെന്നും ദൈവത്തിന്റെ കൈകളിലാണു എന്നും ഉറപ്പോടെ വിശ്വസിക്കേണ്ടത് ആവശ്യമത്രേ. യിരെമ്യാ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. യിരെമ്യാവിനെ ദൈവം ഒരു കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുകയാണ്. കൊണ്ടുചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുശവന്റെ ഹൃദയത്തിലെ പ്ലാൻ അനുസരിച്ച് ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണിയുടെ പൂർത്തീകരണത്തിൽ എത്തും മുമ്പ് ആ പാത്രം കുശവന്റെ കയ്യിൽ ഉടഞ്ഞുപോയി എന്നാണ് അവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നാൽ കർത്താവ് ആ ഉടഞ്ഞുപോയ പാത്രത്തെ തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മാറ്റി. എന്നിട്ട് യിരെമ്യാ പ്രവചിക്കുകയാണ്, കുശവന്റെ കയ്യിൽ എങ്ങനെ കളിമണ്ണിരിക്കുന്നുവോ അതുപോലെയാണ് നിങ്ങൾ ദൈവത്തിന്റെ കൈകളിൽ. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്ലാനുകളും നിങ്ങളുടെ പദ്ധതികളും ഒക്കെ പരാജയപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളെ കൈവിട്ടു എന്നല്ല അർത്ഥം. മറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത, ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത എന്തിലെയോ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളാൽ നിങ്ങൾ പണിയപ്പെടുകയാണ്. ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ നമ്മൾ തന്നെ ഓർക്കാറില്ല, എങ്ങനെ നമ്മുടെ ജീവിതം ഇങ്ങനെ എത്തി, ഇത്ര വലിയ ദൈവാനുഗ്രഹത്തിൽ നമ്മൾ എങ്ങനെ എത്തി? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ഞാൻ വെളിപ്പെടുത്തി തരാം. കുശവന് നിന്നെ മറ്റൊരു പാത്രമാക്കാൻ ഇഷ്ടം തോന്നി. ഒത്തിരി മക്കളുള്ള ഒരപ്പൻ തൻ്റെ മകനോട് പറഞ്ഞു, നീ കാട്ടിൽ പോയി ആടുകളെ തീറ്റണം. കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് ആടുകളെ തീറ്റുന്ന ദാവീദിന്റെ ചിത്രം വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ സർവശക്തനായ ദൈവം നോക്കിയപ്പോൾ ദാവീദ് എന്ന മനുഷ്യന്റെ അകത്ത് ഒരു ഇടയച്ചറക്കനല്ല, ഒരു രാജ്യം ഭരിക്കാനുള്ള കഴിവ് അവനിൽ ദൈവം പകർന്നിട്ടുണ്ട്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തത് എന്തൊക്കെയോ നിങ്ങളിൽ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അറിയാത്ത എന്തിലൊക്കെയോ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ കുശവന്റെ കയ്യിലെ പാത്രം പോലെ ലോകത്തിൽ ആർക്കും പണിതുയർത്തുവാൻ കഴിയാത്ത ഒരു നല്ല പാത്രമാക്കി നിങ്ങളെ ദൈവം പുറത്തെടുക്കുവാൻ പോകുകയാണ്. നിങ്ങൾ തകരാൻ പോകുവല്ല, നിങ്ങൾ എവിടെയോ ചെന്നെത്താൻ പോകുകയാണ്. നിങ്ങൾ ഉടയാൻ പോകുവല്ല, നിങ്ങൾ അത്യുന്നതന്റെ കരത്താൽ പണിയപ്പെടാൻ പോകുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ സമർപ്പിക്കുക. അങ്ങയുടെ പ്ലാനിനും അങ്ങയുടെ പദ്ധതിക്കുമൊത്ത് ഓരോ ദിവസവും മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, അവരുടെ ഗതികേടുകൾ പൊട്ടട്ടെ, അവരെ വലിയ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവം കൊണ്ടെത്തിക്കണം. ആമേൻ. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളെ എന്തോ ഒന്നിലെത്തിക്കുവാൻ, നിങ്ങളെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് കാത്തിരുന്ന് കാണാം. ഗോഡ് ബ്ലസ് യു.